സ്വർണ്ണക്കൊള്ളക്കേസിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിലെ പ്രതിയായ പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ സംഘം കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് കോടതി നൽകിയിരിക്കുന്നത്. കേസിൻ്റെ ഭാഗമായ കട്ടിലപ്പാളി കേസിൽ പത്മകുമാറിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ചതോടെ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ സാധിക്കും. നിലവിൽ പത്മകുമാർ ഉൾപ്പെടെ 8 പ്രതികൾക്കാണ് ഈ കേസിൽ ഇതുവരെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് ഓരോരുത്തരായി ജാമ്യം ലഭിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമായ SITക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ശബരിമല തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതും അന്വേഷണത്തെ ബാധിച്ചിരുന്നു. ഈ മാസം 31-നകം കുറ്റപത്രം സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ തങ്കമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിനായി സാമ്പിളുകൾ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഉൾപ്പെടെയുള്ള ദേശീയ ലാബുകളിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പത്മകുമാറിൻ്റെ അറസ്റ്റ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസ് സർക്കാരിനും CPMനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും പ്രതിപക്ഷമായ UDF ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. SITക്ക് പുറമെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേസിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തോട് വാസു സഹകരിക്കുന്നില്ലെന്നും അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും ED അറിയിച്ചു. വരും ദിവസങ്ങളിൽ പത്മകുമാറിനെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയ്, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.